വണ്ടിപ്പെരിയാറിൽ കടുവയ്ക്ക് കെണിയൊരുക്കി വനംവകുപ്പ്. വണ്ടിപ്പെരിയാർ മാട്ടുപ്പെട്ടി 6-ാം നമ്പർ പുതുവിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുമായി വനംവകുപ്പ് എത്തിയത്. ഇതോടെ ഭീതിയിലായ ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മാട്ടുപ്പെട്ടി 6-ാം നമ്പർ പുതുവൽ മേഖല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവർ എത്തി നടത്തിയ പരിശോധനയിൽ കാൽപ്പാട് കടുവയുടേതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങളും പതിഞ്ഞു. പിന്നാലെയാണ് കടുവയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കുവാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വനംവകുപ്പ് അപേക്ഷ നൽകിയത്. ഇന്നലെ ഇതു സംബന്ധിച്ച ഉത്തരവ് കുമളി റേഞ്ചിന് കീഴിലെ ചെല്ലാർകോവിൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ ലഭിച്ചു. ഇന്ന് ഉച്ചയോടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എത്തി കടുവയെ കണ്ട സ്ഥലത്ത് കൂട് സ്ഥാപിക്കുകയായിരുന്നു. ഈ മൂലക്കയം മാട്ടുപ്പെട്ടി ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് നമ്മളിവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ കടുവയുടെ പടങ്ങൾ പതിയുകയും ചെയ്തിരുന്നു. ഈ വിവരം നമ്മൾ മേലധികാരത്തെ അറിയിച്ച് അവിടുന്ന് കൂട് വയ്ക്കാനുള്ള അനുമതി ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്നലെ തരികയും ഇന്നിപ്പോൾ ഞങ്ങളിവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തേക്കടി വെറ്ററി സർജന്റെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കടുവ വീഴും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും നാട്ടുകാരും എല്ലാവരും ഇരിക്കുന്നത്. കൊച്ചുകുട്ടികളടക്കം നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യത്തിൽ കടുത്ത ആശങ്കയുമുണ്ട്. കൂട് സ്ഥാപിച്ചതോടെ നേരിയ ആശ്വാസം പ്രദേശവാസികളിൽ കണ്ടു. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് കൂടെന്ന നടപടിയുമായി വനംവകുപ്പ് മുൻപോട്ട് പോകുന്നത്. ഈ കൂട്ടിൽ കടുവയെ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് വനംവകുപ്പിനും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും. വണ്ടിപ്പെരിയാറിൽ നിന്ന് ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ ന്യൂസ്.